വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അച്ചൻകോവിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ DFO ഓഫീസ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. വന്യജീവി ശല്യത്തിൽ നിന്നും അച്ചൻകോവിൽ നിവാസികളെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഇതിലങ്ങനെ അച്ചൻകോവിൽ നിവാസികളെ വന്യജീവി അച്ചൻകോവിൽ നിവാസികൾ ഒരേ ശബ്ദത്തിൽ അച്ചൻകോവിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഈ നാടിനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അച്ചൻകോവിൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കേരളത്തിലെ വനംവകുപ്പിന്റെ നന്നായി അണിനിരന്നുകൊണ്ട് അച്ചൻകോവിൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ കർഷകരുടെ നേരെ വാളെടുത്തിരിക്കുന്നു. നിങ്ങൾ കയ്യേറ്റ കർഷകരാണ്, നിങ്ങൾ ഒഴുകി പോകണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ വനവിസ്തൃതി 36,800 കിലോമീറ്റർ ആയിരുന്നു. ഇന്ന് 932 കിലോമീറ്റർ വനം വിസ്തൃതി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ വനം എവിടെയാണ് കുറഞ്ഞത്? ആരാണ് വനം കയ്യേറിയെന്ന് പറയുന്നത്? സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഒഴിപ്പിച്ച വനവിസ്തൃതി കൂട്ടി. അതിന്റെ മുന്നൊരുക്കമാണോ ഈ അച്ചൻകോവിൽ നിവാസികളായി അധ്വാനിക്കുന്ന വർഗമാണ്? ഇവിടെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ അച്ചൻകോവിൽ നിവാസികൾ സമ്പന്നരല്ല, തൊഴിലാളികളാണ്. 30,000 പന്നി ഇവിടെ പെരുകി. പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അടിയന്തരമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും കൂടെ നമ്മൾ ജനങ്ങളൂടെ കൂടി നമ്മൾ അടിയന്തരമായിട്ട് നമ്മളൊരു ആലോചനയോഗം കൂടി ഇതിന്റെ പോംവഴി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെയാണ് കുമ്പാട്ടി BSSന്റെ കാര്യം. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കുമ്പാട്ടി BSSനകത്ത് ഈ ഓണകാലവുമായിട്ട് ഈ പണ്ട് ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം ഇല്ല. ഈ അച്ചൻകോവിലിനെ സംബന്ധിച്ച്, ഇവിടുത്തെ അച്ചൻകോവിലിനെ സംബന്ധിച്ച് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മെയിൻ അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അച്ചൻകോവിൽ മേഖലയിലെ ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആന, പന്നി, കുരങ്ങ് മുതലായ ജീവികളാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത്. കുരങ്ങുകൾ കൂട്ടമായി എത്തി വീടുകൾ തകർക്കുകയും വീട്ടുപകരണങ്ങളും സാധനങ്ങളും കാർഷിക വിളകളും ഉൾപ്പെടെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകണമെന്നും വനംവകുപ്പ് ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആനന്ദകരമായ ഒരു സിനിമയ്ക്ക് പോയാൽ പോലും നിങ്ങളുടെ മനസ്സ് മുഴുവൻ എവിടെയായിരിക്കും? വീട്ടിലായിരിക്കും, അല്ലേ? നിങ്ങളുടെ മനസ്സ് മുഴുവൻ വീട്ടിലായിരിക്കും. എന്തിനാണ്? വീട്ടിൽ കുരങ്ങ് കയറിയോ, അല്ലേ? കുട്ടികളുടെ ഭക്ഷണ സാധനങ്ങൾ എടുത്തു കളഞ്ഞോ, പന്നി കയറിയോ എന്നതാണ് നിങ്ങളുടെ ചിന്ത. ാണ് നമ്മളൊരു പ്രതിരോധ മാർഗത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തന്നെ 3-4 കുരങ്ങിന്റെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഒരു വീടിന്റെ ഷീറ്റ് കുരങ്ങ് പൊളിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതും കേട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടുത്തെ ഈ തൊട്ടടുത്ത് ഒരു 100 മീറ്റർ അപ്പുറമാണ് രാത്രി 2 ആനകൾ വന്ന് മണിക്കൂറുകളോളം നിലയുറപ്പിക്കുകയും രാത്രി 11 മണിക്കാണ് നമ്മൾ അതിനെ ഓടിച്ചു വിടുന്നതും ചെയ്തത്. അപ്പം ഇത്തരം വിഷയങ്ങള് നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. KTUC സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ മുഖ്യ അതിഥിയായിരുന്നു. ഗീത സുഗുനാഥ്, ശ്രീരാജ്, S. സീമ, സന്തോഷ് C. രാധാകൃഷ്ണപിള്ള, ശശിധരൻ പിള്ള, ഞാറക്കൽ പ്രസന്നൻ, ഷീല ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധശേഷം DFOയുമായി സമരസമിതി ചർച്ച നടത്തി. തുടർന്ന് സമരസമിതി DFOയുമായി ചർച്ച നടത്തി. ഈ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് കിട്ടിയ ശേഷമാണ് നേതാക്കളും പ്രദേശവാസികളും പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആണെങ്കിലും ഉള്ള സംഭവത്തിനാണെങ്കിലും നേരത്തെ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു വന്ന സംഭവത്തിനാണെങ്കിലും ടൈമിലി അവരെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളൊരു റിക്വസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണിക്കാൻ വനംവകുപ്പിനെ ഇതാക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്.
അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എനിക്ക് ആളുകളുമായിട്ട് ഏറ്റവും നല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു നാടാണ്. വനംവകുപ്പ് ജീവനക്കാരെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു നാടാണ് അച്ചൻകോവിൽ. തിരിച്ചും അങ്ങനെ തന്നെയാണ്, നല്ല സഹകരണത്തിൽ പോകുന്നത്. DFO നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.